ഹലോ നമസ്കാരം. ബിഗ് ബോസിൻ്റെ അപ്ഡേറ്റ് അല്ല, പകരം ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ സജീവ ചർച്ചയായിട്ടുള്ള നമ്മുടെ രേണു സുധിയും കിച്ചു സുധിയും തമ്മിലുള്ള പ്രശ്നമാണ്. ഇതിനോടൊപ്പം തന്നെ എല്ലാവരും കണ്ടു കാണും അവരുടെ പ്രശ്നങ്ങൾ കേട്ടോ. കാരണം അതിന് തുടക്കം ഇട്ടത് നമ്മുടെ കിച്ചു ആണ്. മാത്രമല്ല, കിച്ചുവിനോട് വലിയൊരു താങ്ക്സും പറയണം കേട്ടോ. കാരണം കഴിഞ്ഞ ദിവസം വരെ എനിക്കൊന്ന് എഴുന്നേറ്റ് നടക്കാൻ പോലും വയ്യ, എഴുന്നേറ്റ് ഇരിക്കാൻ വയ്യ, സംസാരിക്കാൻ വയ്യ, അയ്യോ എന്നൊക്കെ പറഞ്ഞിരുന്ന രേണു സട കുടഞ്ഞ് എഴുന്നേറ്റൊരു അവസ്ഥയാണ് ഇപ്പൊ നമ്മൾ കണ്ടത് കേട്ടോ. അതിനാണ് ഞാൻ കിച്ചുവിനോട് താങ്ക്സ് പറയണമെന്ന് പറഞ്ഞത്. നമുക്ക് വിഷയത്തിലേക്ക് വരാം. ഇവിടെ രേണു കിച്ചു തമ്മിലിപ്പോൾ പുതിയൊരു പ്രശ്നം ഉടലെടുക്കാൻ കാരണം കാരണം രേണു തന്നെയാണ്. കാരണം അമ്മയ്ക്ക് വയ്യാണ്ടായിട്ട് പോലും കിച്ചു വന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രേണു സോഷ്യൽ മീഡിയയിൽ എടുത്തിട്ട് അലക്കുന്നുണ്ടായിരുന്നു. എന്നാൽ പിന്നെ പരുവോ അങ്ങ് തീർത്തേക്കാ, കിച്ചു അങ്ങ് കാണാൻ പോയി. പക്ഷേ രേണുവിനെ കാണാൻ സാധിച്ചിട്ടില്ല. പകരം ഋതപ്പനെ കണ്ടൊന്ന് ഹാപ്പി ആക്കിയിട്ട് തിരിച്ചു വന്നു എന്നാണ് നമ്മുടെ കിച്ചു പറഞ്ഞത്. അതിന്റെ കൂട്ടത്തിൽ എന്റെ ഇപ്പോഴത്തെ അമ്മ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് രേണുവിന്റെ ഒരു വീഡിയോ കൂടി നമ്മുടെ കിച്ചു കാണിക്കുകയുണ്ടായി. അത് അവന്റെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ സമയത്താണ് ഈ ഒരു കാര്യം കൂടി അവന് കാണിക്കേണ്ടി വന്നത്. അമ്മയുമായിട്ടുള്ള ഒരു വിദ്വേഷത്തിന്റെ കാരണം എന്താണ് എന്നുള്ള ആ ഒരു ചോദ്യത്തിലുള്ള മറുപടി ആയിട്ടാണ് നമ്മുടെ കിച്ചു അത് കാണിച്ചതും. അതായത് രേണു കുറച്ച് നാൾ മുമ്പ് ഒരു സബ്സ്ക്രിപ്ഷൻ ഒക്കെ എടുത്തായിരുന്നല്ലോ. അപ്പൊ അതിനകത്തൊരു വീഡിയോ നമ്മൾ കണ്ടല്ലേ, രേണുവിന്റെ ചുണ്ടൊക്കെ കാണിച്ചിട്ടുള്ള ഒരു വീഡിയോ. അപ്പൊ അതിനകത്ത് രേണു പറയുന്നുണ്ട് കടിക്കല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചുണ്ട് കാണിക്കുമ്പോൾ അത് വളരെ മോശമായിട്ട് നമ്മുടെ ഈ ഒരു കിച്ചുവിന് തോന്നിക്കാണും. പക്ഷെ അവൻ പറഞ്ഞാല് തെറ്റായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ലേ. അമ്മ ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ അത് ഋതപ്പനും കൂടി മോശമല്ലേ എന്ന രീതിക്കായിരുന്നു കിച്ചു ചോദിച്ചത്. അവിടെ എന്താ തെറ്റുള്ളത്? ആ കുട്ടി വളരെ പക്വതയോടുകൂടി സംസാരിച്ചതായിട്ട് എനിക്ക് തോന്നിയത് കേട്ടോ. എന്നാൽ ആ ഒരു കാര്യത്തിന് ശേഷമാണ് നമ്മുടെ രേണുവിനൊന്ന് ഉണർവ് വെച്ചത് കേട്ടോ. രേണു പറയുന്നുണ്ട്, പിന്നെ കിച്ചു കഴിഞ്ഞതൊന്നും മറക്കല്ലേ, നിന്നെ ഞാൻ എത്രമാത്രം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ അധ്വാനിക്കാൻ തുടങ്ങിയ കാലം തൊട്ട് തന്നെ നിനക്ക് ഞാൻ എത്രയോ കാശ് തന്ന് സഹായിച്ചിട്ടുണ്ട്. എന്റെ സബ്സ്ക്രിപ്ഷനിൽ കിട്ടുന്ന ഒരു പാതി പോലും ഞാൻ നിനക്കാ തന്നിട്ടുള്ളത്. പിന്നെ ഒരുമാതിരി കണക്ക് പറയും. നിനക്ക് 1.5 വയസ്സുള്ളപ്പം തൊട്ട് ഞാനാ നിന്നെ നോക്കി എന്നുള്ളൊക്കെ കണക്ക് തൊട്ട് രേണു പറയാൻ തുടങ്ങി കേട്ടോ. അതൊക്കെ വളരെ വളരെ ചീപ്പായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം നമ്മുടെ സുധിച്ചേട്ടനുള്ള സമയത്തൊന്നും ഇത്തരം പ്രശ്നങ്ങളൊന്നും ഇവരുടെ ഫാമിലിയിൽ ഉയർന്നു വന്നിട്ടില്ല കേട്ടോ. പകരം ഒരു 10 പുത്തൻ ഉണ്ടാക്കാൻ തുടങ്ങിയ സമയത്താണ് ഇവർക്ക് പലതും പ്രശ്നമായിട്ട് വന്നത്. എന്നാലും ഇവർ രണ്ടുപേരുടെയും വീഡിയോന്റെ അടിയിലൊന്നും നമ്മുടെ കിച്ചുവിനെ ഒരു നെഗറ്റീവായിട്ട് പറഞ്ഞുകൊണ്ട് ഒറ്റ കമന്റ് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. എല്ലാവരും കിച്ചുവിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മാത്രം സംസാരിക്കുന്നേ കണ്ടത്. പക്ഷേ രേണുവിന്റെ ഭാഗത്ത് നോക്കുവാണെങ്കിൽ രേണുവിന് തെറിയുടെ അഭിഷേകമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. കാരണം ആദ്യമൊക്കെ രേണുവിന്റെ പ്രവൃത്തി കണ്ടിട്ട് ഒരുപാട് വിമർശനങ്ങൾ വന്നിട്ടുണ്ട്. അതിനിടയിലാണ് രേണുവിന് ക്യാൻസർ ആണെന്ന് അറിയുന്നതും. ക്യാൻസർ ആ കുട്ടിയായിട്ട് ഉണ്ടാക്കിയതല്ല, പക്ഷെ വന്നുപോയി. ആ ഒരു കാര്യത്തിന്റെ സഹതാപം തോന്നിയിട്ട് ഈ വിമർശിച്ചവർ പോലും രേണുവിനൊന്ന് സപ്പോർട്ട് ചെയ്തിട്ട് പ്രാർത്ഥനയോടുകൂടി നിന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്താണ് രേണുവിന്റെ ഈ ഒരു പ്രവൃത്തി, അതും കിച്ചുവിനെ വെല്ലുവിളിച്ചുകൊണ്ടാണ് രേണു സംസാരിച്ചത്. കഴിഞ്ഞതൊന്നും നീ മറക്കണ്ട, അതൊക്കെ ഞാൻ കുത്തിപ്പൊക്കാൻ എന്നെ കൊണ്ട് സാഹചര്യം ഇടവരുത്തണ്ട. ഞാൻ നിയമവിരുദ്ധമായിട്ടൊന്നും ചെയ്തിട്ടില്ലല്ലോ. നിയമവിരുദ്ധമായിട്ട് ചെയ്തത് ആരാണ്? ഇവിടുത്തെ സ്റ്റേഷനിലൊക്കെ വന്ന് അന്വേഷിച്ച് ഞാൻ മനസ്സിലാകും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്താ രേണു ആ വീഡിയോയിൽ കാണിച്ചു കൂട്ടിയെന്ന് കണ്ടവർക്കത് മനസ്സിലാവും കേട്ടോ. സത്യത്തിൽ കിച്ചുവിന്റെ ഭാഗത്ത് ഒരുപാട് പോരായ്മകൾ ഉണ്ടായി കാണും. പക്ഷെ അതൊക്കെ രേണു ഒരു പക്വതയോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇതൊക്കെ പേഴ്സണലായിട്ട് പറഞ്ഞ് തീർക്കണമായിരുന്നു. അവന്റെ ഇനിയുള്ള ഫ്യൂച്ചറിനെ കൂടി ബാധിക്കുന്ന രീതിയിലുള്ള പ്രശ്നങ്ങളാണ് കിച്ചു നിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് എന്നുവരെ രേണു ആ വീഡിയോയിൽ പറയുന്നുണ്ട്. അത് ശരിക്കും ഒരു അമ്മ എന്നുള്ള രീതിക്ക് അത് ചേർന്നൊരു കാര്യമല്ല കേട്ടോ. അവനെ എടുത്തു വളർത്തിയാണെങ്കിൽ പോലും അത് ശരിയായ ഒരു സംസാരമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതായത് നീ ഇനിയും കൂടുതൽ സംസാരിച്ചു കഴിഞ്ഞാൽ നിന്റെ ഭാവി തകർക്കുന്ന രീതിയിലുള്ള തെളിവ് വരെ എന്റെ കയ്യിൽ ഉണ്ട് എന്നാണ് രേണു പറയുന്നത്. പിന്നെയുള്ള ഒരു ഡയലോഗ് എന്ന് പറയുന്നത് ഞാൻ ചത്താ പോലും എന്നെ കാണാൻ വരണ്ട എന്നുള്ളതാണ് കേട്ടോ. ചത്താലും എനിക്ക് റീത്ത് പോലും ആരും വെക്കരുത് എന്ന്. ഇവിടെയാണ് സത്യത്തിൽ എനിക്ക് രേണുവിന്റെ അഹങ്കാരമായിട്ട് തോന്നിയത് കേട്ടോ. എന്നെ ഒന്ന് വെറുതെ വിടൂ, ക്യാൻസർ ആയിട്ട് കിടക്കുന്ന എന്നെ എന്തിനാ ഇങ്ങനെ ദ്രോഹിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ രേണു ആക്രോശിച്ചുകൊണ്ട് വന്നത് കേട്ടോ. സത്യത്തിൽ രേണുവിനത് കിച്ചുവിൻ്റെ അടുത്ത് നേരിട്ട് സംസാരിക്കായിരുന്നു, അത് വേണ്ടായിരുന്നു എന്ന് സംസാരിച്ചെടുക്കും. പേഴ്സണലായിട്ട് സംസാരിച്ച് തീർക്കാൻ വേണ്ടുന്ന ഒരു കാര്യം അവരെന്തിനാണ് ഇങ്ങനെ സോഷ്യൽ മീഡിയ ഇട്ട് വൈറലാക്കിക്കൊണ്ടിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവാതെ. അല്ല, രേണു ഒന്ന് പറഞ്ഞായിരുന്നു ഇനി എനിക്കിപ്പോ എന്താ പറയാ ആഡ് ചെയ്യാനോ അതുപോലെ ആൽബം ചെയ്യാനൊന്നും എനിക്ക് പറ്റത്തില്ല, അതുകൊണ്ട് ഞാൻ എൻ്റെ ചാനൽ വഴി തന്നെ ഞാൻ വീഡിയോസ് ഇടും, അതിൽ നിന്നുള്ള വരുമാനം കൊണ്ട് എനിക്ക് ട്രീറ്റ്മെന്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനാണ് ഉദ്ദേശം എങ്കിൽ പോലും ഇങ്ങനെ കൊല്ലം സുധിയെ ആരാധിക്കുന്ന ഒരാൾക്കും അദ്ദേഹത്തിന്റെ മകനെ ഇങ്ങനെ പറയുമ്പോഴും ആരും സഹിച്ചെന്ന് വരില്ല. ശരിക്കും അതൊക്കെ രേണുവിന് നെഗറ്റീവായിട്ട് മാത്രമേ വരികയുള്ളൂ എന്നാണ് എനിക്ക് ആ ഒരു വീഡിയോ കണ്ടപ്പോൾ തോന്നിയത്. എന്നാലും ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നുള്ളത് തീർച്ചയായിട്ടും കമന്റ് ചെയ്തേക്കണേ.